ധർമ്മസ്ഥലയിലെ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നുവെന്നും അതിന് എതിരെ ഒരു CBI അന്വേഷണം അല്ലെങ്കിൽ NIA അന്വേഷണം വേണമെന്നാണ് കർണാടകയിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകേണ്ട ആവശ്യകത നിലവിലുണ്ടോ? ഉണ്ട്. നമ്മൾ കാണാത്ത വലിയ മാനങ്ങളുള്ള ഒരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഏതാനും മാസങ്ങൾ മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് നടന്ന ദ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു, ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഈ ധർമ്മസ്ഥലയിലെ വിവാദത്തെയും നമ്മൾ കാണേണ്ടത്. വളരെ കൃത്യമായിട്ട് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നടന്ന ഗൂഢാലോചനയാണ്. വളരെ ആഴത്തിൽ അതിന് വേരുകളുണ്ട് എന്ന് മാത്രമല്ല ബാഹ്യശക്തികളുടെ ഇടപെടലുമുണ്ട്. അത് ഇന്നത്തെ നിലയ്ക്ക് കർണാടകയിൽ നിന്ന് മാത്രം, അതായത് കർണാടക കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെയൊരു വിവാദം ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കിയ വൻ ശക്തികൾ കർണാടകയിലെ സർക്കാരിനെ കൂട്ടുപിടിച്ച് കർണാടകയിലെ നിയമ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമവാഴ്ച അട്ടിമറിക്കാൻ നടത്തിയൊരു ശ്രമമാണ്. വളരെ കൃത്യമായിട്ട് അത് കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. അവർക്ക് ഇതിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് NIA-യോ CBI-യോ അന്വേഷിക്കണം. ഇതിന് വിദേശത്തുനിന്ന് പണവും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ കേന്ദ്രമന്ത്രി പറയുന്നതിൽ കൃത്യമായി തന്നെ കോൺഗ്രസിന്റെ പങ്കുണ്ടെന്നാണ്. അതെ, ഇപ്പോൾ കോൺഗ്രസ് തെക്കേ ഇന്ത്യയിൽ ഇന്ന് കോൺഗ്രസ് നേരിട്ട് ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്ന് കർണാടകയാണ്, മറ്റൊന്ന് തെലങ്കാനയാണ്. തെലങ്കാനയിൽ ഇത് അത്ര പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ വിജയിക്കില്ല. ആന്ധ്രയിൽ അതുപോലെ ഭരിക്കുന്നത് BJP സഖ്യമാണ്, NDA ആണ്. ചന്ദ്രബാബു നായിഡുവും BJP-യും പവൻ കല്യാണും ഒക്കെ ചേർന്നാണ് അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഈ തിരുപ്പതി ക്ഷേത്രത്തെയോ മറ്റോ ഇത്തരത്തിലൊരു വിവാദത്തിൽ പെടുത്താൻ എളുപ്പമല്ല. പിന്നെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ആകെ പ്രതിരോധത്തിലാണ്. അവിടെ മുരുക ഭക്തി സംഗമം നടത്തി BJP അവിടുത്തെ ഹിന്ദു സംഘടനകൾ അവരുടെ ശക്തി തെളിയിച്ചിരിക്കുകയാണ്. അവിടെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അവിടെ പലതും നോക്കി. അവിടെ ഈ നമ്മുടെ വഖഫ് ഭേദഗതി നിയമം വരുന്നതിന് മുമ്പ് അവിടെ ഒരു ഗ്രാമം മുഴുവനും വഖഫാക്കി മാറ്റിയ, ഒരു വലിയ ക്ഷേത്രം ഉൾപ്പെടെ വഖഫാക്കി മാറ്റിയ പ്രക്രിയയൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളും, അവിടുത്തെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളുടെയും ഭരണം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അവിടെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരളത്തിൽ സ്ഥിതി ഒട്ടും അനുകൂലമല്ല. കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. പ്രത്യേകിച്ചും പിണറായി വിജയൻ കോൺഗ്രസിനെ അടിക്കാൻ കിട്ടുന്ന ഒരു വടിയും ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് പിണറായി വിജയനിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് ആരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് ആക്സസ് കിട്ടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം ഉള്ളത് കർണാടകയിലാണ്. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരിനെ അവർ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വലിയ ഒരു എന്താ പറയുക, പ്രതിഷേധ പ്രക്ഷോഭമായി രൂപപ്പെടുത്തി ഈ തെക്കേ ഇന്ത്യയിലെമ്പാടും ഇതിൻ്റെ ഒരു പ്രതിഷേധ അലയൊലികൾ എത്തിച്ച് ഒരു ഉത്തര ദക്ഷിണ സ്പർദ്ധ അല്ലെങ്കിൽ ആ ഒരു കലഹം അത് വർദ്ധിപ്പിക്കാനാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും സാധാരണ പോലീസ് അന്വേഷിച്ചാൽ രംഗത്ത് വരില്ല. വിദേശ ഇടപെടലുകളുണ്ട്, വിദേശത്തുനിന്ന് ധനസഹായം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആഴത്തിലുള്ള അന്വേഷണം വേണം. ഇന്ത്യക്ക് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണം. അതിന് NIA-യോ CBI-യോ തന്നെ വരണം. അല്ലാതെ മറ്റൊരു ഏജൻസിയും അന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു സംസ്ഥാന പോലീസിന് പരിമിതികളുണ്ട്. സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തി പ്രതികളെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കാം. കർണാടക പോലീസിൽ അവിശ്വാസമുണ്ടായിട്ടല്ല ഇത് പറയുന്നത്, മറിച്ച് സംസ്ഥാനാന്തര, അതായത് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തതെന്ന്. ഈ വിഷയത്തെ യൂട്യൂബർമാർ, മലയാളത്തിലുള്ള യൂട്യൂബർമാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നറിയാം. ഈ സംഭവം തുടങ്ങുന്നതിനും 5 മാസം മുമ്പേ ഞാൻ ഇതിൻ്റെ പുറകെ ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയ ഒരു യൂട്യൂബർ രംഗത്ത് വന്നത് നമുക്കറിയാം. ലോറി ഉടമ മനാഫ്. അയാൾ രംഗത്ത് വരികയും ഇതിന് വലിയ പ്രചാരം കൊടുക്കുകയും ചാനൽ ചർച്ചകളിൽ അടക്കം പങ്കെടുക്കുകയും ചെയ്തു.
അവസാനം തേഞ്ഞൊട്ടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കൃത്യമായ ഒരു ഉത്തരം പറയാനില്ലാതെ ഈ കൊടുത്ത എല്ലാ തെളിവുകളും വ്യാജമാണ് എന്ന് തെളിയുകയും ചെയ്തു. ഒരു സ്ത്രീയുടേതെന്ന് പറഞ്ഞു കൊടുത്ത തലയോട്ടി അതൊരു പുരുഷൻ്റേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിയുക കൂടി ചെയ്തതോടെ കർണാടകയിലെ സർക്കാരിന് അപകടം മനസ്സിലായി. ഡി കെ ശിവകുമാറിന് പ്രത്യേകിച്ചും, അദ്ദേഹം ഒരു നല്ല വിശ്വാസി കൂടിയായ ഡി കെ ശിവകുമാർ അതിവേഗം ഇതിനെതിരെ രംഗത്ത് വരികയും ഈ പരാതിക്കാർക്കെതിരെ അന്വേഷണം, പരാതിക്കാരുടെ പശ്ചാത്തലം, പരാതി ഉയർത്താനിടയായ സാഹചര്യം ഒക്കെ അന്വേഷിക്കണമെന്ന് കർണാടക പോലീസിന് നിർദ്ദേശം കൊടുക്കുകയും പ്രാരംഭ അന്വേഷണത്തിൽ തന്നെ ദുരൂഹമായ സംശയാസ്പദമായ കാര്യങ്ങൾ കണ്ടെത്തുകയും തുടരന്വേഷണത്തിൽ പ്രത്യേകിച്ച് കേരള ബന്ധവും കൃത്യമായി തന്നെ അന്വേഷിക്കണം. അതെ, തീർച്ചയായിട്ടും കേരള ബന്ധവും തമിഴ്നാട് ബന്ധവും അതിനുണ്ട്. അതന്വേഷിച്ച് വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഈ സാക്ഷി മൃതദേഹം കുഴിച്ചിട്ടു, 400-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സാക്ഷി തന്നെ മൊഴിമാറ്റി പറഞ്ഞത് നമ്മൾ കണ്ടു. ആ കൊടുത്ത തലയോട്ടി സ്ത്രീയുടേതല്ല, പുരുഷൻ്റേതായിരുന്നു. ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും കുഴിച്ചിട്ട് ആകെ കിട്ടിയത് 2 മൃതദേഹങ്ങളാണ്. അത് തന്നെ പ്രാഥമിക പരിശോധനയിൽ പുരുഷന്മാരുടേത് എന്ന സംശയമാണ് ഫോറൻസിക്കിനുണ്ടായത്. എന്തായാലും ആകെ ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല, ഈ ധർമ്മസ്ഥലയിലെ പരാതി തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു സംഭവമുണ്ടായി. അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് ചില വാർത്താ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളാണ് അത് റിപ്പോർട്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ പരാതി വന്നല്ലോ, ഇയാളുടെ വെളിപ്പെടുത്തൽ വന്ന് ഏതാണ്ട് ഒരു 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സിദ്ധരാമയ്യ അനങ്ങാതിരിക്കുകയായിരുന്നു. കാരണം സിദ്ധരാമയ്യയ്ക്ക് അറിയാം ഇത് ഫ്ലോപ്പാണ്, ഇത് ശരിയാവില്ല, ഇത് തിരിച്ചടിക്കും. കാരണം ആ വോട്ട് കവർച്ച, വോട്ട് ചോരി ആരോപണം ഉണ്ടല്ലോ രാഹുലിൻ്റെ, അതുപോലെ ഇത് തിരിച്ചടിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരുന്നു. ആ സമയത്ത് ഡൽഹിയിൽ നിന്നൊരു കോള് വന്നു. അത് കൃത്യമായിട്ടും അത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ അടുക്കലിൽ നിന്ന് വന്ന കോളാണ് എന്ന് സംശയിക്കുന്നു. ആ കോളിൻ്റെ അടിസ്ഥാനം, ആ കോള് വന്നതിന് ശേഷമാണ് ഈ കേസിന് ജീവൻ വെച്ചത്. ഈ കേസ് അതുവരെ ഈ ആദ്യത്തെ ആ വെളിപ്പെടുത്തൽ സർക്കാരും പോലീസും ഒന്നും വലിയ വില കൊടുത്തില്ല. കാരണം ഏതോ ഒരു ഭ്രാന്തൻ ജൽപ്പനം എന്ന് പറഞ്ഞ് അവർ തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ ഈ ഡൽഹിയിൽ നിന്നൊരു ഇടപെടലുണ്ടായതോടുകൂടി കർണാടക കോൺഗ്രസ് ഉണർന്നു, ഗവൺമെൻറ് ഉണർന്നു, സിദ്ധരാമയ്യ അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുത്തു. പിന്നെ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി. അപ്പോഴാണ് ഈ ഫോറൻസിക് ഫലങ്ങളെല്ലാം തിരിച്ചടിച്ചത്. കാരണം കൊണ്ടുവന്ന് കൊടുത്ത തലയോട്ടി സ്ത്രീയുടേതാണ് എന്ന് പറഞ്ഞു കൊടുത്ത തലയോട്ടി പുരുഷൻ്റേതാണെന്ന് തെളിഞ്ഞു. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മൊഴികൾ, ആദ്യമേ തന്നെ നൽകിയ മൊഴികളിൽ വലിയ ദുരൂഹത, പരസ്പര വൈരുദ്ധ്യം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. പറഞ്ഞ എണ്ണം, ഈ പറഞ്ഞ കാലയളവ്, ഈ സംഭവം നടന്നു എന്ന് പറയുന്ന കാലയളവ് ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തി. ഇതിനിടെ തൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ഒരമ്മ രംഗത്ത് വന്നു. അത് തുടരന്വേഷണത്തിൽ അവർക്ക് അങ്ങനൊരു മകളേ ഇല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു. അതോടുകൂടി ഇതിന് പുറകിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വലിയ സംശയങ്ങൾ ഉയരുകയും ആ വഴിക്ക് അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തു. അതാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അടക്കമുള്ളവർ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് CBI അല്ലെങ്കിൽ NIA അന്വേഷിക്കണം. കാരണം ഇത് വിദേശ ബന്ധമുണ്ട്, വിദേശ ഫണ്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കർണാടക പോലീസിൻ്റെ കയ്യിൽ ഈ കേസ് നിൽക്കില്ല. ഒരു സംസ്ഥാന സർക്കാരിന് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം പല സംസ്ഥാനങ്ങളിലാണ് ഇതിൻ്റെ ഗൂഢാലോചന നടന്നിരിക്കുന്നത്. അതുകൊണ്ടൊരു പ്രത്യേക ടീം, CBIയുടേതോ NIAയുടേതോ ഒരു പ്രത്യേക ടീം അന്വേഷിക്കണം. വിദേശത്തും ഇതിന് ചരട് വലിച്ച ആൾക്കാർ വിദേശത്തിരുന്നു കൊണ്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് വിദേശത്ത് പോയി അവരെ ചോദ്യം ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ചൂണ്ടിക്കാട്ടി ഈ ആവശ്യം ഉന്നയിച്ച് അവർ കർണാടകയിൽ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ മുഖ്യ പ്രതിപക്ഷം BJP ആണ്. BJP വളരെ ശക്തമായിട്ട്, BJPയുടെ നേതാക്കളെല്ലാവരും, അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. വളരെ ശക്തമായ അന്വേഷണം വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഒരു NIA അന്വേഷണം അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം നടക്കാനുള്ള സാധ്യത സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ഹൈക്കോടതി പറയേണ്ടി വരും, ഹൈക്കോടതിയുടെ ഉത്തരവ് വേണ്ടി വരും.
എന്തായാലും സംസ്ഥാന സർക്കാർ അത്തരമൊരു ശുപാർശ ചെയ്തില്ലെങ്കിൽ മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ NIA കൊണ്ട് നേരിട്ട് അന്വേഷണം ഏറ്റെടുപ്പിക്കാം. CBI കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നതിനേക്കാൾ വേഗത്തിൽ NIA കൊണ്ട് ഏറ്റെടുപ്പിക്കാം. NIAക്കും വിദേശത്ത് പോയി അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. അതിനുള്ള ഇത് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് NIA കൊണ്ട് ഈ അന്വേഷണം ഏറ്റെടുപ്പിക്കാം. അതും സംഭവ്യമാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ NIA അല്ലെങ്കിൽ CBI രണ്ടിലേതെങ്കിലും ഒരു ഏജൻസി ഇത് അന്വേഷിക്കണമെന്നുള്ള ആവശ്യം അത് കർണാടകത്തിൽ മാത്രമല്ല കേരളത്തിൽ നിന്നും ഉയരുന്നുണ്ട്. കാരണം ചില മലയാളി മാധ്യമ പ്രവർത്തകരൊക്കെ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായൊരു അന്വേഷണം, ഒരു മാധ്യമ, ഈ ഭരണ സംവിധാന, അതുപോലെ തന്നെ രാഷ്ട്രീയ ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ട്, വിദേശ കരങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനൊരു അന്വേഷണം വേണം എന്ന ആവശ്യം അത് യുക്തിസഹമാണ്. കേന്ദ്ര സർക്കാർ എത്രയും വേഗം അതിൽ നടപടി എടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.